രാജ്യത്തിനായി കളത്തിലിറങ്ങുമ്പോഴാണ് ഏറെ സന്തോഷമുണ്ടാകാറ് എന്ന് പറയാറില്ലേ? അപ്പോൾ അവസരമില്ലാതെ ബെഞ്ചിലിരിക്കുന്ന സമയങ്ങളിൽ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ? പ്രോട്ടിയാസിനെതിരായ T20 പരമ്പരയ്ക്ക് ശേഷം സഞ്ജുവിനോട് ഇർഫാൻ പത്താന്റെ ചോദ്യം ഇതായിരുന്നു. സന്തോഷങ്ങൾക്കായി പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കും എന്നായിരുന്നു ചിരിച്ചുകൊണ്ട് സഞ്ജു നൽകിയ മറുപടി. അതെ, അങ്ങനെ കുറെ കാത്തിരിപ്പുകളുടെ പേര് കൂടിയാണല്ലോ ഇന്ത്യൻ ക്രിക്കറ്റിൽ സഞ്ജു വിശ്വനാഥ് ശാംസൺ. ഇക്കുറി അയാളുടെ കാത്തിരിപ്പുകൾ അവസാനിച്ചത് ശുഭ്മാൻ ഗില്ലിന്റെ പരിക്കോടെയാണ്. സമ്മർദ്ദങ്ങളുടെ കടൽ ഇരമ്പിയാർക്കുന്നുണ്ടാകും ഉള്ളിൽ. മാർക്കോ യാൻസന് അയാളെ നന്നായി അറിയാം. ഇതിനു മുമ്പ് പ്രോട്ടിയാസിനെതിരെ 2 സെഞ്ചുറികൾ അടിച്ചൊരു പരമ്പരയിൽ സംഭൂജനായും 2 തവണ മടങ്ങിയിട്ടുണ്ട് സഞ്ജു. ആ 2 തവണയും അയാൾ വീണത് യാൻസന് മുന്നിലാണ്. ഇക്കുറിയും അത് സംഭവിക്കുമോ? കഗിസോ റബാഡയില്ലാത്ത ദക്ഷിണാഫ്രിക്കൻ നിരയിൽ ടെസ്റ്റ് സീരീസ് മുതൽ യാൻസൻ ടീമിന്റെ വജ്രായുധമാണ്. താൻ നേരിട്ട യാൻസന്റെ ആദ്യ പന്തിനെ ലോങ് ഓണിലൂടെ എഫേർട്ട്ലെസ്സായി ബൗണ്ടറി റോപ്പ് കടത്തിയ ശേഷം സഞ്ജു ഗാലറിയിലേക്ക് നോക്കി. നിലക്കാതെ അവിടെ ആരവങ്ങൾ മുടങ്ങുന്നുണ്ട്. നേരത്തെ ടോസിനിടയിൽ ടീമിലെ ചേഞ്ചുകളെ കുറിച്ച് സൂര്യ പറയുമ്പോൾ സഞ്ജു ഇൻ എന്ന് കേട്ടതും സ്റ്റേഡിയത്തിൽ മുടങ്ങിയ അതേ ആരവങ്ങൾ. കഴിഞ്ഞ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപനത്തിന് ശേഷം സഞ്ജു സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ട വരികൾ ഓർമ്മയില്ലേ? വിയർപ്പു തുന്നിക്കിട്ട കുപ്പായം. ഇന്ത്യ വിഷകിരീടം ചുടുമ്പോൾ ഒറ്റ മത്സരത്തിൽ പോലും അയാൾക്ക് ആ കുപ്പായം അണിഞ്ഞ് കളത്തിലിറങ്ങാനായിട്ടില്ല. ഇക്കുറി ലോകകപ്പ് ടീം പ്രഖ്യാപനത്തിന് ശേഷം അയാൾ എഴുതിക്കിട്ടത് നിറങ്ങൾ മങ്ങുകില്ല കട്ടായം എന്നാണ്. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് സഞ്ജുവിനെ ഓപ്പണിംഗ് സ്ലോട്ടിൽ കാണാമല്ലേ? ഇർഫാൻ പത്താൻ ചോദിച്ചു. സഞ്ജുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഇർഫാൻ ഭായ്, നിങ്ങളൊക്കെ ചേർന്നാണ് എന്നെ ഓപ്പണറാക്കിയത്. എനിക്കിനി എന്തു പറയാൻ സാധിക്കും? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്നോട് ചോദിക്കരുത്. ടീമിൻ്റെ അന്തരീക്ഷം വളരെ പ്രധാനമാണ്. അതെ, പല അന്തരീക്ഷങ്ങളെയും സർവൈവ് ചെയ്താണല്ലോ അയാൾ ഇവിടം വരെ എത്തിയത്. അപ്പോൾ ആ വലിയ കാത്തിരിപ്പുകൾ അവസാനിക്കുകയാണ്. 1 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ സഞ്ജു ആദ്യമായി ഒരു ലോകകപ്പ് കളിക്കാൻ ഒരുങ്ങുന്നു. തൻ്റെ 31-ാം വയസ്സിൽ ഫോമിലുള്ള സഞ്ജുവിനെ ഓപ്പണിംഗ് സ്ലോട്ടിൽ നിന്ന് മാറ്റാൻ ഗില്ലിൻ്റെ കംബാക്ക് എന്ന ലോജിക്കില്ലാത്ത റീസൺ പറഞ്ഞ അതേ അജിത് അഗർക്കർ ഇന്നലെ പ്രതികരിച്ചത് ടോപ്പ് ഓർഡറിൽ ഞങ്ങൾക്ക് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററെ ആവശ്യമുണ്ട് എന്നാണ്. അധികകാലം ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കാനാകില്ലെന്ന് അഗാർക്കറിന് ബോധ്യമായി കാണണം. 10 ഔട്ട് ഓഫ് 10. ടീം സെലക്ഷനെക്കുറിച്ച് ഹർഭജൻ സിംഗിൻ്റെ പ്രതികരണം ഇതായിരുന്നു. ഇന്ത്യൻ ആരാധകരൊക്കെ ചോദിക്കാൻ ആഗ്രഹിച്ചൊരു ചോദ്യമാണ് അഹമ്മദാബാദിലെ മത്സരത്തിനിടെ കമൻട്രി ബോക്സിലിരുന്ന് രവിശാസ്ത്രി ചോദിച്ചത്. സഞ്ജുവിനെ ടോപ്പ് ഓർഡറിൽ കളിപ്പിക്കാൻ നമ്മൾ എന്തിനാണ് ഒരു പരിക്കനായി കാത്തിരിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. സഞ്ജു ഷേഖ് ബാക്ക്. കമൻട്രി ബോക്സിലിരുന്ന് റോബിൻ ഉത്തപ്പ വിളിച്ചു പറഞ്ഞു. അഹമ്മദാബാദിൽ ഇന്ത്യൻ ഓപ്പണർമാരുടെ കൂട്ടുകെട്ട് കണ്ട ആരാധകരുടെ ഓർമ്മകൾ 2024 സഞ്ചരിച്ച് കാണും. അത് അധികം ദൂരത്തൊന്നുമല്ലല്ലോ. 2024 സഞ്ജുവും അഭിഷേകും ചേർന്ന് ഓപ്പൺ ചെയ്ത സമയത്ത് ഇന്ത്യൻ സ്കോർ 6 തവണ 200 കടന്നിട്ടുണ്ട്. ഗിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ എത്തിയ ശേഷം ഒറ്റ തവണയെ അത് സംഭവിച്ചിട്ടുള്ളൂ. ഏഷ്യ കപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെ. അന്ന് ഇന്ത്യൻ സ്കോർ ബോർഡിന് ഗില്ലിൻ്റെ സംഭാവന എത്രയെന്നോ? 4. അന്നും അഭിഷേക് അർദ്ധ സെഞ്ചുറി അടിച്ചു. അതിനുശേഷം ഇതാദ്യമായാണ് ഇന്ത്യ 200 കാണുന്നത്. അതും സഞ്ജു മടങ്ങിയെത്തിയ ശേഷം. അഹമ്മദാബാദിൽ സഞ്ജു തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ബാറ്റ് വീശി തുടങ്ങി. അശ്രദ്ധമായി ഒറ്റ ഷോട്ട് പോലുമില്ല. യാൻസനെ പറത്തിയ ആ 6ൽ ടൈമിങ്ങും റിസ് വർക്കുമൊക്കെ ഉൾച്ചേർന്നിരുന്നു. മനോഹരമായ സ്ട്രൈക്ക് ഡ്രൈവുകൾ. അഭിഷേകിന് ഫിയർലെസ്സായി തൻ്റെ നാച്ചുറൽ ഗെയിം കളിക്കാനുള്ള സ്വാതന്ത്ര്യം തുറന്നു കിട്ടിയതുപോലെ തോന്നി. ഓപ്പണർമാർ 2 പേരും ഒരേപോലെ ഗ്രൗണ്ടിൽ വർക്കായാൽ പവർ പ്ലേയിൽ പ്രതീക്ഷിച്ചത് കിട്ടും. അഹമ്മദാബാദിൽ പവർ പ്ലേ അവസാനിക്കുമ്പോൾ ഇന്ത്യൻ സ്കോർ 70-നടുത്തെത്തിയിരുന്നു. സഞ്ജു പുറത്തായത് ജോർജ് ലിൻഡറിൻ്റെ ഒരു മികച്ച ഡെലിവറിയിലാണ്. പിന്നെ വന്ന തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയുമൊക്കെ തകർത്തടിച്ചത് അഭിഷേകും സഞ്ജുവും ചേർന്ന് നൽകിയ ബേസിൽ നിന്നാണ്. മത്സരത്തിന് ശേഷം തിലക് വർമ്മ ഇത് തുറന്നു പറയുന്നുമുണ്ട്. സഞ്ജുവും അഭിഷേകും നൽകിയ തുടക്കം നിർണായകമായിരുന്നു. പിച്ചിൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കാൻ അതുകൊണ്ട് ഉപകരിച്ചു. എൻ്റെ പ്ലാൻ സിമ്പിളായിരുന്നു. തുടക്കം മുതൽ ആക്രമിച്ച് കളിക്കുക, സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. തിലകിൻ്റെ പ്രതികരണത്തിൽ എല്ലാമുണ്ട്. ലോകകപ്പിന് മുമ്പെങ്കിലും അഗാർക്കർ കണ്ണു തുറന്നതിന് ദൈവത്തോട് നന്ദി പറയുന്നുണ്ടാകും ആരാധകർ. 63 റൺസാണ് സഞ്ജുവും അഭിഷേകും ചേർന്ന് ഇന്ത്യൻ സ്കോർ ബോർഡിൽ ചേർത്തത്. പരമ്പരയിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ട്. 2024 ലോകകപ്പിന് ശേഷം ക്ലിക്കായ സഞ്ജു അഭിഷേക് ഓപ്പണിംഗ് പെയർ 13 മത്സരങ്ങളിൽ ഇന്ത്യൻ ഇന്നിംഗ്സിന് തുടക്കമിട്ടിട്ടുണ്ട്. 10-ന് മുകളിലായിരുന്നു ഈ കൂട്ടുകെട്ട് ക്രീസിലുള്ളപ്പോൾ ഇന്ത്യയുടെ റൺ റേറ്റ്. നേരത്തെ ലഭിക്കുന്ന ഈ മൊമെൻറ്റം തുടർന്ന് വരുന്ന ബാറ്റർമാർക്ക് ഊർജ്ജമായി. മിഡിൽ ഓവറുകളിൽ 150 മുകളിലും ഡെത്ത് ഓവറുകളിൽ 170-നടുത്തും ശരാശരി സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയിട്ടുണ്ട് ഇന്ത്യൻ താരങ്ങൾ. ഇനി ഏഷ്യ കപ്പിന് ശേഷമുള്ള കണക്കുകൾ പരിശോധിക്കൂ. 145-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റുള്ള ഒരൊറ്റ ബാറ്ററെ ഇന്ത്യൻ നിരയിലുള്ളൂ, അഭിഷേക് ശർമ്മ. കണക്കുകളോട് അധികകാലം ആർക്കും മുഖം ധരിക്കാനാകില്ല തന്നെ. നിറങ്ങൾ മങ്ങുകില്ല കട്ടായം എന്ന്
സഞ്ജു കുറിച്ചിട്ടതിൻ്റെ അർത്ഥവ്യാപ്തി എത്രയെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശുഭ്മാൻ ഗിൽ സമകാലിക ക്രിക്കറ്റിലെ മികച്ച ബാറ്റർമാരിൽ ഒരാൾ തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ലോങ് ഫോർമാറ്റിൽ അയാളുടെ സംഭാവനകളെ വില കുറച്ച് കാണുന്നുമില്ല. IPL അയാൾ നടത്തുന്ന മിന്നലാട്ടങ്ങളും നമുക്ക് മുന്നിലുണ്ട്. ഇതൊക്കെ ശരി തന്നെ. പക്ഷേ ഓപ്ഷനുകൾ പലതും ബെഞ്ചിലുണ്ടായിരിക്കെ അന്താരാഷ്ട്ര വേദികളിൽ നിരന്തരം പരാജയപ്പെടുന്ന ഒരാളെ വീണ്ടും സംരക്ഷിക്കുന്നതിന് പിന്നിൽ ലോജിക്കില്ലായ്മയാണ് ഇക്കാലം അത്രയും ചോദ്യം ചെയ്തത്. ആ പ്രിവിലേജ് മറ്റു പലർക്കും ലഭിക്കാതാകുമ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത് സ്വാഭാവികമാണല്ലോ. പരിക്കല്ല, ഫോമില്ലായ്മ തന്നെയാണ് ഗില്ലിനെ പുറത്തിരുത്താൻ കാരണമായി അഗാർക്കർ ടീം പ്രഖ്യാപനത്തിൻ്റെ പറഞ്ഞത്. ഇതാണ് തിരിച്ചറിവ്. ലോകകപ്പ് ടീമിലേക്കുള്ള റിങ്കു സിംഗിൻ്റെയും ഇഷാൻ കിഷൻ്റെയും എൻട്രിയെയും കൈയടിച്ച് സ്വീകരിച്ചേ മതിയാകൂ. ജിതേഷ് ശർമ്മയുടെ ഒമിഷൻ ചില ചർച്ചകൾ അന്തരീക്ഷത്തിൽ ഉയർത്തിവിട്ടിട്ടുമുണ്ട്. ഓവറോൾ ഈ ടീം സെലക്ഷനെതിരെ വലിയ വിമർശനങ്ങളൊന്നും ഉന്നയിക്കാനില്ല തന്നെ. അപ്പോൾ ഏറെക്കാലത്തിന് ശേഷം ഒരു മലയാളി വിശ്വവേദിയിൽ ദേശീയ കുപ്പായം അണിഞ്ഞിറങ്ങുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് ഇനി ആരാധകർ. സഞ്ജുവിനോട് മലയാളി ആരാധകർക്ക് ഒരേ സ്വരത്തിൽ പറയാനുള്ളത് ഇതാണ്: മിന്നിച്ചേക്കനാടാ മോനെ.